കേസും കൂട്ടവും അവസാനിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. ഇപ്പോൾ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞ് CPM ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിച്ചുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളടക്കം പിന്നാക്കം പോയതോടെ കേസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ LDF മന്ത്രി പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അംഗീകരിക്കുകയാണ്. CPM നേതാക്കൾ ഇപ്പോഴും മാങ്കൂട്ടത്തിലിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുകയാണ്. അപ്പോഴും മാങ്കൂട്ടം ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് സർക്കാർ അംഗീകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുമായി രാഹുൽ വേദി പങ്കിട്ടു കഴിഞ്ഞു. മന്ത്രിക്കൊപ്പം പാലക്കാട് നടന്ന പൊതുപരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. റവന്യൂ വകുപ്പിന്റെ പട്ടയമേളയിലാണ് അതിഥിയായി രാഹുൽ മാങ്കൂട്ടം MLA എത്തിയത്. പരിപാടിയുടെ ആദ്യ അവസാനം വേദിയിലുണ്ടായിരുന്ന MLA സംസാരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 2 മാസം പിന്നിട്ടിട്ടും പരാതിക്കാരിയെ കിട്ടിയില്ല എന്നതാണ് വാസ്തവം. രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല. ഇതോടെയാണ് CPMന്റെ ഗൂഢാലോചന പൊളിഞ്ഞു വീണത്. ഇതിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറാകാതെ വന്നതോടെ ക്രൈംബ്രാഞ്ച് ശരിക്കും കുടുങ്ങി. പെൺകുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തി പരാതി വാങ്ങിയെടുക്കാൻ 3 വട്ടം IPS ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതോടെയാണ് അന്വേഷണം അവസാനിച്ചത്. ഇതിന് പിന്നാലെ സർക്കാർ പരിപാടികളിൽ അടക്കം CPM നേതാക്കളുടെ മുന്നിലൂടെ വേദിയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് തരംഗമാവുകയാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു. ശ്രീമതി കുഞ്ഞലക്ഷ്മി കലാകാരന്മാരെ മാധ്യമ സംസ്ഥാനത്തിൽ ഭൂമിയില്ലാത്ത കൂടുതൽ മനുഷ്യന്മാർക്ക് പരമാവധി ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായ പരിഷ്കാര പ്രവർത്തനങ്ങൾ അത് ഐക്യകേരളത്തിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷമില്ലാത്ത കേരള പദ്ധതി നടപ്പിലാക്കിയ ബഹുമാനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ജന്മദിനഭൂമിയായ ഈ ദിവസം കേരളത്തിൽ സ്വന്തമായി തലചായ്ക്കുവാൻ ഇടമില്ലാത്ത മനുഷ്യന്മാരും ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയായ സംസ്ഥാനങ്ങളുടെ പദ്ധതിയുടെ തുടർച്ച പിന്നീട് വന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിലൂടെ മുന്നോട്ട് പോകുന്നത് വലിയ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ സുന്ദരഭൂമി അടക്കം നിരന്തരമായി പാലക്കാട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം പട്ടയമില്ലാത്ത പ്രശ്നം കലാകാരങ്ങളെ പതിറ്റാണ്ടുകളായി പല തലമുറകളായി ജീവിച്ചു വരുന്ന ഭൂമിക്ക് മുകളിൽ സുന്ദരഭൂമി അടക്കമുള്ള പ്രദേശത്തെ ആളുകൾക്ക് അവകാശമില്ലാത്ത സാഹചര്യത്തിന് ഒരു പരിഹാരം പരിപൂർണമായി നടത്തുവാൻ എല്ലാ ബന്ധുക്കളും സമ്മർദ്ദത്തോടും ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ പദ്ധതികളെ എല്ലാവിധമായ ആശംസകൾ സംസ്ഥാനത്തെ എല്ലാ നമസ്കാരം.